ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് 17 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ഒരു 15 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ്. വീട്ടുടമ സ്വന്തം താമസത്തിന് വേണ്ടി പണിതതാണ്. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് സമീപം ചൂണ്ടി എന്ന സ്ഥലത്ത് രാജഗിരി ഹോസ്പിറ്റലിന് സമീപത്തായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ആലുവയിലേക്ക് 5 കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ ദൂരവും, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു 13 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. 17 സെൻറ്റിലാണ് ലാൻഡ് വരുന്നത്. അതിലൊരു 7-8 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി ലാൻഡിൽ മാവുകൾ, പ്ലാവുകൾ, തെങ്ങുകൾ, അതുപോലെ വാഴകൾ, കവുകൾ പോലെയുള്ള ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വാട്ടർ സോഴ്സിനെ വരുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷനുള്ള ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതാണ് പറമ്പ്. ഇതിലിവിടെ വാഴ, മാവ്, പ്ലാവ് പോലെയുള്ള എല്ലാവിധ ഫലവൃക്ഷങ്ങളും, മുരിങ്ങ, അതേപോലെ തന്നെ പേരയ്ക്ക, കറിവേപ്പില, കുടംപുളി, കവുങ്ങുകൾ പോലെയുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫലവൃക്ഷങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. കൂടാതെ വീടിനോട് ചേർന്ന് തന്നെ ഏതാണ്ട് ഒരു 500-600 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ഷെഡും നമുക്കിവിടെ അവൈലബിൾ ആണ്. എന്തെങ്കിലും സ്റ്റോറേജ് സ്പേസായി സൂക്ഷിക്കാവുന്ന വിധത്തിലാണ് ഈ ഷെഡ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 17 സെൻറ്റ് ഒറിജിനൽ ലാൻഡാണ് വരുന്നത്. മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഒരു സെൻറ്റിന് 6 ലക്ഷം രൂപയാണ് ഇവിടെ വില വരുന്നത്. ഒരു സെൻറ്റിന് 6 ലക്ഷം രൂപ വെച്ച് നോക്കിയാൽ തന്നെ ടോട്ടലായി ഒരു 1 CR മേലെ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ വീട്ടുടമ അതിലും വളരെ താഴ്ത്തി തന്നെ അർജൻറ്റ് സെയിലായി വളരെ താഴ്ത്തിയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. വീടിന് റേറ്റ് ചോദിക്കുന്നേ ഇല്ല. 15 വർഷത്തോളം പഴക്കമുണ്ട്. മണലിലും ചെങ്കല്ലുമാണ് ഈ വീട്ടുടമ താമസിച്ചു വേണ്ടി സ്വന്തം നിർമ്മിച്ച ഒരു വീടാണ്. വീണ്ടും മുൻവശത്ത് മുൻവശത്തെ സൈഡിലെല്ലാം ഇൻ്റർലോക്ക് എല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ വീടിൻ്റെ ടെറസിലായി ഡ്രസ് വർക്കും ചെയ്തിരിക്കുന്നു. ഏതാണ്ട് ഒരു 2.5-3 ലക്ഷം രൂപ ഈ ഡ്രസ് വർക്ക് ചെയ്തതിന് മാത്രം അദ്ദേഹത്തിന് ചിലവുണ്ട്. ഈ വീടിൻ്റെ അകംവശത്തേക്ക് പോയാൽ ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അവിടെ നിന്നും ഡൈനിങ് സ്പേസിലേക്ക് കിടക്കുന്നു. യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത ഒരു വീടാണ്. ഇപ്പോഴും നല്ല ഭംഗിയായി പുത്തൻ വീട് പോലെയാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു 6 പേർ കപ്പാസിറ്റി ഡൈനിങ് ടേബിളെല്ലാം നമുക്കിടാനുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത് ബെഡ്റൂമാണ്. അത്യാവശ്യം സ്പേസുള്ളൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല. വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്ക് ഔട്ട് സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. അതിനു മുമ്പായി വാഷ് കൗണ്ടർ ഒരു കോർണറിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കോമൺ ബാത്റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. യൂറോപ്യൻ ക്ലോസറ്റ് എല്ലാമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ബെഡ് ഓൾറെഡി ഇട്ടിരിക്കുന്നു. നമുക്ക് കാണാം. നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ചെറിയൊരു കബോർഡും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു നിലയിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി തേർഡ് ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് തേർഡ് ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം ഒരു വലിയൊരു ബെഡും ഇട്ടിട്ടുണ്ട്. ഒരു ടേബിളെല്ലാം ഇട്ടിട്ടുണ്ട്. അതിനുള്ള സ്പേസ് നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4th ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വാൾഡ്രോഫ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ബാത്റൂം അവൈലബിൾ അല്ല. ബാത്റൂം വേണമെങ്കിൽ നമുക്ക് നിർമ്മിക്കാനുള്ള ഒരു സ്പേസ് ഈ വീടിൻ്റെ ഔട്ട് സൈഡായിട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ കിച്ചണാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ കിച്ചണാണ്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയൊരു കിച്ചണാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇതാണ് വർക്ക് ഏരിയ. ഇവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ഒരു നീളത്തിലൊരു വർക്ക് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കൂടെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മുടെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാൻ പറ്റിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വില കേട്ടാരും ഞെട്ടരുത്. 85 ലക്ഷം രൂപ മാത്രമാണ് ഈ ഹൗസ് ഓണർ ഇതിന് ചോദിക്കുന്നത്. നല്ലൊരു ഡീലാണ്. അർജൻറ്റ് സെയിലാണ്. മനോഹരമായ ഈ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇവിടെ എല്ലാം ഡ്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാം നല്ല ക്യാഷ് മുടക്കിയും മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. 85 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത്.
ലോൺ സൗകര്യം ലഭ്യമാണ്. ലോൺ വിത്തിൻ 1 വീക്കിനുള്ളിൽ ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ഈ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഒരു പാടം, ഒരു വയലിൻ്റെ ഫ്രണ്ടേജായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായൊരു പ്രകൃതി രമണീയമായ ഒരു ഏരിയയാണ്. മാത്രമല്ല ഇതൊരു ഫ്ലഡ് എഫക്റ്റ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മനോഹരമായ വീഡിയോ വിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.